ബമ്പർ ലോട്ടറി, ഈ ലോട്ടറിയുടെ കാര്യത്തിലൊക്കെ ഭാഗ്യപരീക്ഷണം നടത്തുന്നവർ ഒരുപാട് പേരുണ്ട്. ലോട്ടറി അടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് സർക്കാരിന് ഏറ്റവും വരുമാനം ലോട്ടറിയിലാണ്. ആ ലോട്ടറിക്ക് ഇപ്പോൾ ലോട്ടറി എടുത്തവരൊക്കെ സേഫാണ് കേട്ടോ. ഇതുവരെ എടുത്തവരെല്ലാം സേഫാണ്. എടുക്കാൻ പോകുന്നവർക്കാണ് എട്ടിൻ്റെ പണി കിട്ടുന്നത് എന്നുള്ളത്. അതായത് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നല്ല ആഴത്തിലൊന്ന് കൈയിട്ടിരിക്കുകയാണ്. അതായത് 40% ലോട്ടറിക്കുള്ള നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഖജനാവ് കാലിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം 40% നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഒന്നുകിൽ പ്രൈസ് ഇനത്തിൽ സർക്കാർ കൂടുതൽ പ്രൈസ് തുക നൽകണം, അല്ലെങ്കിൽ ലോട്ടറിയുടെ വില കൂടുതൽ ഉയർത്തണം. അങ്ങനെയാണെങ്കിൽ ലോട്ടറിയുടെ വില ഉയർത്തിക്കഴിഞ്ഞാൽ സാധാരണക്കാർ ഇത് വാങ്ങില്ല. കാരണം ലോട്ടറി വാങ്ങി പരീക്ഷണം നടത്തുന്നത് എപ്പോഴും സാധാരണക്കാരാണ്. സ്വാഭാവികമായും അവരിത് വാങ്ങില്ല. ഇനി പ്രൈസ് തുക കൂട്ടിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിലുമാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവ് കാലിയാകുന്ന തരത്തിലേക്കുള്ള ഒരു GST ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കത് മൊത്തത്തിലൊന്ന് പരിശോധിച്ച് പോകാം. അതായത് ഇന്ത്യയിൽ സർക്കാർ മേൽനോട്ടത്തിൽ നിയമവിധേയമായി പേപ്പർ ലോട്ടറി പുറത്തിറക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. പശ്ചിമ ബംഗാളിൽ ലോട്ടറി നിയമവിധേയമാണെങ്കിലും അത് നടത്തുന്നത് സർക്കാർ അംഗീകൃത സ്വകാര്യ വ്യക്തികളാണ്. ഇവിടത്തെ പോലെയല്ല, കേരളത്തിൽ സർക്കാർ നേരിട്ടാണ് നടത്തുന്നത്. പശ്ചിമ ബംഗാളിൽ സർക്കാർ അംഗീകൃത സ്വകാര്യ വ്യക്തികളാണ്. രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ലോട്ടറികൾ നിയമവിധേയമല്ല. അതിനാൽ ലോട്ടറിയിന്മേലുള്ള കേരളത്തിന്റെ വാദത്തിന് GST കൗൺസിലിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയതുമില്ല. പുതിയ നികുതി കേരള ലോട്ടറിയുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. അതായത് കേരള ലോട്ടറി വകുപ്പ് പുറത്തിറക്കുന്ന ലോട്ടറികളിൽ ഏറ്റവും ജനപ്രിയം ഓണം ബമ്പറാണ്. ഇത്തവണ ഓണം ബമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. 25 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള 500 രൂപ വില വരുന്ന BR 105 ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 25, 2025 സെപ്റ്റംബർ 27 അന്ന് നടന്നില്ല, അത് മാറ്റിവെച്ചു. സെപ്റ്റംബർ 22 മുതൽ GST പരിഷ്കരണം രാജ്യത്ത് നിലവിൽ വരും. ഇതിനകം വിൽപ്പന ആരംഭിച്ച ലോട്ടറിയുടെ വില ഇനി വർദ്ധിപ്പിക്കുക സാധ്യവുമല്ല. നറുക്കെടുപ്പ് സെപ്റ്റംബർ 27 നടത്താൻ ഇരുന്നത് 40% നികുതിയെയും ബാധിക്കും. അതുകൊണ്ടാണ് അത് കൂടുതൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നറുക്കെടുപ്പ് നടത്താം എന്നുള്ള രീതിയിലേക്ക് മാറിയത്. കമ്മീഷൻ അടക്കം മറ്റു കിഴിവുകൾ കൂടി കഴിയുമ്പോൾ വിജയിക്ക് കയ്യിൽ കിട്ടുക ഏകദേശം പകുതി തുക മാത്രമാകും. ഓണം ബമ്പർ മാത്രമല്ല, മറ്റു ലോട്ടറികളും GST പരിഷ്കരണത്തിന് ചൂടിലാണ്. അതായത് അടുത്തിടെയാണ് കേരള ലോട്ടറിയുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. അതിനാൽ തന്നെ ഇനിയും നിരക്ക് വർദ്ധിപ്പിക്കൽ സാധ്യമാകുമോ എന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിരക്ക് കൂട്ടാതെ ക്യാഷ് പ്രൈസ് വർദ്ധിപ്പിക്കുകയും സാധ്യമല്ല. നികുതിയും കമ്മീഷനും മറ്റു ചെലവുകളും പരിഗണിക്കുമ്പോൾ നിലവിൽ പല ഉപയോക്താക്കൾക്കും കേരള ലോട്ടറി ആകർഷണമല്ലാതായി തോന്നാം. ഈ വിഷയം തന്ത്രപരമായി കൈകാര്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. നമുക്കറിയാം, മദ്യവും ലോട്ടറിയുമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത്. ഇത് രണ്ടും സാധാരണക്കാരാണ്. ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ സാധാരണക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സർക്കാരിന് വീഴ്ച പറ്റിയാൽ അത് സാമ്പത്തിക രംഗത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ ആദായ നികുതി നിയമം സെക്ഷൻ 115 BB പ്രകാരം ലോട്ടറി വരുമാനത്തിലുള്ള നികുതി 30%. സമ്മാനത്തുക 10,000 കവിയുന്ന പക്ഷം ലോട്ടറി സംഘാടകർ സ്രോതസ്സിൽ 30% നികുതി, അതായത് TDS കുറയ്ക്കും. ഇത് കൂടാതെ നികുതി തുകയിൽ 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും ചുമത്തുന്നു. ഇതോടെ മിക്ക കേസുകളിലും ഫലപ്രദമായ നികുതി നിരക്ക് 31.2% ആകും. 50 ലക്ഷത്തിന് മുകളിലുള്ള വിജയങ്ങൾക്ക് സർചാർജും ബാധകമാണ്. അതായത് 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലുള്ള വിജയങ്ങൾക്ക് 10%, 1 കോടിക്ക് മുകളിലുള്ള വിജയങ്ങൾക്ക് 15%, 2 കോടിക്കും 5 കോടിക്കും ഇടയിലുള്ള വിജയങ്ങൾക്ക് 25%, 5 കോടിക്ക് മുകളിലുള്ള വിജയങ്ങൾക്ക് 37%, 5 കോടിക്ക് മുകളിലുള്ള വിജയങ്ങൾക്ക് 37%. ഇങ്ങനെയാണ് നിരക്ക് വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് കണക്ക് ഇതിൻ്റെ എന്ന് നമുക്ക് നോക്കാം. ഓണം ബമ്പറിലേക്ക് വരുമ്പോൾ 25 കോടിയാണ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത്. ടിക്കറ്റ് നമ്മൾ 500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നത് 25 കോടിയുടെ ഒന്നാം സമ്മാനത്തിനാണ്.
10% ഏജന്റ് കമ്മീഷനും വിവിധ നികുതി ചാർജുകളും സർചാർജുകളും കുറയും. കാരണം 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ സർചാർജ് വരും എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോ 25 കോടി, 25 കോടിയുടെ 10% കമ്മീഷൻ, അപ്പോ 22 കോടി 50 ലക്ഷം രൂപ. ഇനി ആദായ നികുതി 30%, അപ്പോ 6 കോടി 75 ലക്ഷം രൂപ. ഈ 22 കോടി 50 ലക്ഷത്തിന്റെ 30%, അതാണ്. ഇനി നേട്ടം 5 കോടിയിൽ കൂടുതലായതിനാൽ സർചാർജ് 37%, അതായത് 2 കോടി 49 ലക്ഷത്തി 75,000 രൂപ. അതായത് 6 കോടി 75 ലക്ഷം രൂപയുടെ 37%. ഈ 6 കോടി 75 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആദായ നികുതിയാണ്, 30% പോകുന്നതാണ് ഈ 6 കോടി 75 ലക്ഷം എന്ന് പറയുന്നത്. ഇനി ആരോഗ്യ വിദ്യാഭ്യാസ സെസ് അത് 4%, അത് 36 ലക്ഷത്തി 99,000 രൂപയാണ്. ഈ ആരോഗ്യ വിദ്യാഭ്യാസ സെസ് എന്ന് പറയുന്നത് 36 ലക്ഷത്തി 99,000 രൂപ. അപ്പോ ഈ 9 കോടി 24 ലക്ഷത്തി 75,000 രൂപയുടെ 6 കോടി 75 ലക്ഷം പ്ലസ് 2 കോടി 49 ലക്ഷത്തി 75,000, അങ്ങനെ 4%, അതിന്റെ 4%. ഇനി ഈ കണക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സെസ് കുറയുന്നതും ശതമാനം കുറയുന്നതും ഇതൊക്കെ ഈ 6 കോടി 2 കോടി 36 ലക്ഷം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കണക്കുകൾ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരില്ല. മൊത്തം നമുക്ക് കണക്കുകളൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. അതായത് മൊത്തം സമ്മാന തുക നിങ്ങളെ മനസ്സിൽ വെച്ചു 25 കോടി. ഏജന്റിന്റെ കമ്മീഷൻ 10%, 25 കോടിയുടെ 10%. ഇനി നികുതി നൽകേണ്ട തുക, അതായത് 22 കോടി 50 ലക്ഷമാണ് ഈ നികുതി നൽകേണ്ട തുക. എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നത് 22 കോടി, അതായത് ഈ കമ്മീഷനും ഏജന്റിന്റെ കമ്മീഷനും നികുതിയും ഒക്കെ പോയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 22 കോടി 50 ലക്ഷം. ഇനി കുറഞ്ഞ ആദായ നികുതി 30%, അതിൽ പോകുന്നത് 6 കോടി 75 ലക്ഷം രൂപ പോകും. ഇനി സർചാർജ് എന്നും പറഞ്ഞ് 37%, കാരണം 50 ലക്ഷത്തിന് മുകളിൽ സർചാർജ് കൊടുക്കണം, അതിന് 37%. ആ 37%ത്തിൽ പോകുന്നത് 2 കോടി 49 ലക്ഷത്തി 75,000 രൂപയാണ്. ഇനി സെസ് 4% സെസ് പോകും, അതിന് 36 ലക്ഷത്തി 99,000 രൂപയാണ് 4% സെസ് പോകുന്നത്. ഇനി മൊത്തത്തിൽ എല്ലാം കൂടി കുറച്ചും കൂട്ടിയും കിഴിച്ചും ഒക്കെ നോക്കി നമുക്ക് കണക്ക് നോക്കാം. 6 കോടി 75 ലക്ഷം പ്ലസ് 2 കോടി 49 ലക്ഷത്തി 75,000 പ്ലസ് 36 ലക്ഷത്തി 99,000 സീക്വൽ ടു 9 കോടി 61 ലക്ഷത്തി 74,000 രൂപ. ഇനി കയ്യിൽ കിട്ടുന്ന തുക, ഇതെല്ലാം കൂടി കൊടുക്കുമ്പോൾ നമുക്ക് 25 കോടിയുടെ സമ്മാന തുക എത്രയെന്ന് അറിയട്ടെ. കയ്യിൽ കിട്ടുന്നത് 25 കോടി സമ്മാന തുക. ഈ 25 കോടിയിൽ നിന്ന് 9 കോടി 61 ലക്ഷത്തി 74,000 രൂപ കുറയ്ക്കണം. ഇതാണ് എല്ലാം മൊത്തത്തിൽ കുറഞ്ഞു വരേണ്ട തുക. ഇത് കുറയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 12 കോടി 88 ലക്ഷത്തി 26,000 രൂപയാണ്. 25 കോടി രൂപ സമ്മാന തുക 500 രൂപ നൽകി 25 കോടി രൂപ സമ്മാനമായി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 12 കോടി 88 ലക്ഷത്തി 26,000 രൂപയാണ്. അതായത് ലോട്ടറി ടിക്കറ്റുകളുടെ GST കൂടി എന്നത് സത്യം തന്നെ. എന്നാൽ ഈ തുക ഉപഭോക്താവിന്റെ പ്രൈസ് മണിയെ സാരമായി ബാധിക്കില്ല. കാരണം GST ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് വാങ്ങുന്നയാൾ അടയ്ക്കുന്നതാണ്. GST നമ്മുടെ ടിക്കറ്റ് വാങ്ങുന്ന സമയത്തേന് അടയ്ക്കുന്നതാണ്. ടിക്കറ്റിന്റെ മുഖവിലയ്ക്കാണ് ഈ നികുതി ചുമത്തുന്നത്, അല്ലാതെ വിജയിക്കുന്ന തുകയ്ക്കല്ല. വിജയിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി, സെസ്, കമ്മീഷൻ പോലെ നേരത്തെ പറഞ്ഞ നിരക്കുകളാണ് ബാധകമാകുന്നത്. നിലവിൽ GST 2.0 ലോട്ടറിയുടെ GST. അത് 28% നിന്ന് 40% ഉയർത്തിയിരിക്കുന്നത്. കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ ഒരു ആഘാതം. ഇത് വാങ്ങുന്ന ആളിന്റെ പുറത്ത് ചുമത്തണമോ അതോ പ്രൈസ് മണിയിൽ കൂട്ടണമോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വലിയ ആശങ്ക നിൽപ്പുണ്ട്. 40% ഈ GST ലോട്ടറിക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി ലോട്ടറി എടുക്കാൻ പോകുന്ന ആളുകൾ ഒന്ന് കൃത്യമായി നിങ്ങളത് കണക്കുകൾ കൂട്ടി വേണം കൃത്യമായി ലോട്ടറി എടുക്കാൻ പോകാനുള്ളത്. ഇതൊക്കെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ്.
അപ്പോൾ 25 കോടി എന്നും പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല. 12,88,00,000 സംതിങ് 26,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 25 കോടി എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ഇപ്പോൾ ആ തുകയാണ് കിട്ടുന്നത്. ഇനി GST കൂടി വരുമ്പോൾ 40% GST കൂടി വരുമ്പോൾ ടിക്കറ്റിന്റെ വില കൂടുമ്പോൾ അതെങ്ങനെയാണ് പ്രൈസ് മണിയെ കൂടി ബാധിക്കുക എന്നുള്ളത് ഇപ്പോൾ ബാധിക്കില്ല, പക്ഷെ വരും കാലങ്ങളിൽ അതെങ്ങനെയാണ് ബാധിക്കുക എന്നത് കൂടി നമ്മൾ നോക്കേണ്ടതാണ്.